നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. മാറ്റത്തിനായുള്ള വോട്ടെന്ന് ജയിക്കും. സംസ്ഥാന രാഷ്ട്രീയം പ്രതിഫലിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. UDF കേന്ദ്രങ്ങളിൽ വിജയ പ്രതീക്ഷ. ഇന്ന് അധ്യാപക ദിനം. അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു നടത്തിയവർക്ക് ആദരം. ജില്ലാതല ഉദ്ഘാടനം ശിക്ഷക് സദനിൽ PP ദിവ്യ നിർവഹിച്ചു. സ്കൂളുകളിലെല്ലാം ആദരവും അനുമോദന പരിപാടികളും. മാഹിയോടുള്ള സർക്കാരുകളുടെ അവഗണന. പ്രക്ഷോഭ പരിപാടികളുമായി ജോയിന്റ് ഫോറം ഓഫ് റെസിഡൻസ് അസോസിയേഷൻ. 20 ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാഴാഴ്ച കൂട്ട ഉപവാസ സമരമെന്നും ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമാപിച്ചു. മികച്ച പ്രതികരണമായിരുന്നു ജനങ്ങളിൽ നിന്നും ലഭിച്ചത്. രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു പോളിംഗ് ബൂത്തുകളിൽ കാണാനായത്. നേരിയ മഴയുണ്ടായിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് സുഗമമായി നടന്നു. കനത്ത പോളിംഗോടെ പുതുപ്പള്ളിയിൽ വോട്ടെടുപ്പ് സമാപിച്ചു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്കിടയിലും ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണാൻ കഴിഞ്ഞത്. LDF സ്ഥാനാർത്ഥി ജേക്സി തോമസ് മണർക്കാട് കണിയാംകുന്ന് UP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ ജോർജിയൻ പബ്ലിക് സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. BJP സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ വോട്ടില്ല. വൈകുന്നേരം 6 മണിവരെയായിരുന്നു വോട്ടെടുപ്പ്. 1,66,417 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. 8-നാണ് വോട്ടെണ്ണൽ. 7 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 90,281 സ്ത്രീകളും 86,132 പുരുഷന്മാരും 4 ട്രാൻസ്ജെൻഡറുകളുമടക്കം 1,76,417 വോട്ടർമാരാണ് ഉള്ളത്. 987 പുതിയ വോട്ടർമാരുമുണ്ട്. 182 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ ബൂത്തുകളിലും വെബ് കാസ്റ്റിംഗ് സിസ്റ്റവും ഏർപ്പെടുത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ നിറയുന്ന തിരഞ്ഞെടുപ്പിൽ മകൻ ചാണ്ടി ഉമ്മന് വെറും ജയമല്ല UDFന്റെ നോട്ടം. 30,000-ലേറെ ഭൂരിപക്ഷമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്നുള്ള സഹതാപ തരംഗം വോട്ടെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് UDF കരുതുന്നത്. സഭകളും സമുദായ നേതൃത്വങ്ങളും സ്വീകരിക്കുന്ന നിലപാടും മണ്ഡലത്തിലെ വികസനവും സംസ്ഥാന കേന്ദ്ര ഭരണങ്ങളുടെ വിലയിരുത്തലുമെല്ലാം സ്വാധീനം ചെലുത്താനിടയുള്ള ഘടകങ്ങളാണ്. കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ തുടരുന്ന മഴ പുതുപ്പള്ളിയിലെ വോട്ടെടുപ്പിനെ സാരമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എന്നാലും വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു 6 മണിവരെ ഉണ്ടായിരുന്നത്. വോട്ടെടുപ്പിന്റെ സുരക്ഷയ്ക്കായി 675 അംഗ പോലീസ് സേനയെ നിയോഗിച്ചിരുന്നു. 5 DYSPമാർ, 7 CIമാർ, 58 SI ASIമാർ, 399 സിവിൽ പോലീസ് ഓഫീസർമാർ, 142 സായുധ പോലീസ് ബറ്റാലിയൻ അംഗങ്ങൾ, 64 കേന്ദ്ര സായുധ പോലീസ് സേനാ അംഗങ്ങൾ എന്നിവരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചത്. ADGP, DIG, സോണൽ IG, ജില്ലാ പോലീസ് മേധാവി എന്നിവരുടെ നേതൃത്വത്തിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സും രംഗത്തുണ്ടായിരുന്നു. ഭൂമിയില്ലാത്ത എല്ലാവർക്കും ഭൂമി നൽകുക എന്നത് മാത്രമല്ല, കേരളത്തിലെ പ്രാപ്ത ഗോത്രവർഗ്ഗങ്ങൾ, സഞ്ചാരം മാത്രം ജീവിതമാർഗമാക്കി മാറ്റിയവർ എന്നിവരടക്കം മുഴുവൻ മനുഷ്യർക്കും ഭൂമിയുടെ ആധികാരിക രേഖയായ ഒരു തണ്ടപ്പേരിനെങ്കിലും അവകാശം ഉണ്ടാക്കി നൽകുക എന്ന ചരിത്ര ദൗത്യമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പറഞ്ഞു. 2 നിലകളിലായി നിർമ്മിച്ച മണത്തണ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട ഉദ്ഘാടനവും ലക്ഷം വീട് പട്ടയ വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 24 പേർക്ക് ലക്ഷം വീട് പട്ടയം മന്ത്രി വിതരണം ചെയ്തു. ഭൂമിയില്ലാത്ത എല്ലാവർക്കും ഭൂമി നൽകുക എന്നതു മാത്രമല്ല, കേരളത്തിലെ പ്രാക്തന ഗോത്രവർഗ്ഗങ്ങൾ, സഞ്ചാരം മാത്രം ജീവിതമാർഗമാക്കി മാറ്റിയവർ എന്നിവരടക്കം മുഴുവൻ മനുഷ്യർക്കും ഭൂമിയുടെ ആധികാരികത രേഖയായ ഒരു തണ്ടപ്പേരിനൊപ്പം അവകാശമുണ്ടാക്കി നൽകുക എന്ന ചരിത്ര ദൗത്യമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പറഞ്ഞു. 2 നിലകളിലായി നിർമ്മിച്ച മണത്തണ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട ഉദ്ഘാടനവും ലക്ഷം വീട് പട്ടയ വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 24 പേർക്ക് ലക്ഷം വീട് പട്ടയം വിതരണം ചെയ്തു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള കോളനി പട്ടയങ്ങളുടെ എണ്ണം പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ 18,000-ലേറെ കുടുംബങ്ങൾക്ക് ഭൂമി രേഖയില്ലെന്ന് വ്യക്തമായി. ചൂണ്ടിക്കാണിക്കാൻ ഒരു മണ്ണില്ലാത്ത 100 കണക്കിന് ആളുകൾ ഇപ്പോൾ കേരളത്തിലുണ്ട് എന്നതാണ് വസ്തുത. ഏറ്റവും സാധാരണക്കാരനായ ഭൂരഹിതനായ മനുഷ്യന് ഭൂമി ലഭ്യമാക്കാൻ ഏതറ്റം വരെയും പോകണമെന്നതാണ് സർക്കാർ നയമെന്നും മന്ത്രി പറഞ്ഞു. പേരാവൂരിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ S. ചന്ദ്രശേഖർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ, മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ബിന്ദു, കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം റെജീന സിറാജ്, സബ് കളക്ടർ സന്ദീപ് കുമാർ, ADM K. ദിവാകരൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. തലമുണ്ട കേളോത്ത് ഹൌസിൽ ഇസ്മയിൽ ചക്കരക്കൽ പോലീസ് പിടിയിലായി. പോസ്കോ വകുപ്പ് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിമുക്ത ഭടന്മാർ സെപ്റ്റംബർ 8-ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ദേശീയ തലത്തിൽ സർക്കാർ അംഗീകരിച്ച വിമുക്ത ഭടന്മാരുടെ സംഘടനയായ നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയാണ് രാജ്യവ്യാപകമായി സെപ്റ്റംബർ 8-ന് ധർണാ സമരം നടത്തുകയെന്ന് XDC കണ്ണൂർ മേഖലയ്ക്ക് കീഴിൽ സെപ്റ്റംബർ 8-ന് രാവിലെ 11-ന് കലക്ട്രേറ്റിന് മുന്നിലാണ് സമരപരിപാടികൾ നടത്തുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. 1973-ൽ മൂന്നാം ശമ്പള കമ്മീഷൻ വെട്ടിക്കുറച്ച 70% പെൻഷൻ പുനഃസ്ഥാപിക്കുക, ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ESHS-ൽ എംപാനൽ ആശുപത്രികളിൽ എല്ലാ റാങ്കിലുള്ളവർക്കും റൂം സൌകര്യം ഏർപ്പെടുത്തുക, 1 റാങ്ക് 1 പെൻഷൻ 2-ന്റെ അപാകതകൾ ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മേഖലകളായി തിരിഞ്ഞായിരിക്കും സമരപരിപാടികൾ നടത്തുന്നത്. 1973-ൽ മൂന്നാം ശമ്പള കമ്മീഷൻ വെട്ടിക്കുറച്ച 70% പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നും OMJC റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും നിരവധി നിവേദനം നൽകിയിട്ടും സർക്കാർ തലങ്ങളിൽ നിന്നും പ്രതികരണങ്ങളോ ചർച്ചകളോ നടക്കാത്ത സാഹചര്യത്തിലാണ് സംഘടനാ സമര പ്രഖ്യാപനം നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് MP ഗോപിനാഥ്, ജനറൽ സെക്രട്ടറി KM പ്രതാപൻ, D ഗോവിന്ദൻ ആചാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. മാറ്റത്തിനായുള്ള വോട്ടെന്ന് ജയിക്കും. സംസ്ഥാന രാഷ്ട്രീയം പ്രതിഫലിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. UDF കേന്ദ്രങ്ങളിൽ വിജയ പ്രതീക്ഷ. ഇന്ന് അധ്യാപക ദിനം. അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു നടത്തിയവർക്ക് ആദരം. ജില്ലാതല ഉദ്ഘാടനം ശിക്ഷക് സദനിൽ PP ദിവ്യ നിർവഹിച്ചു. സ്കൂളുകളിലെല്ലാം ആദരവും അനുമോദന പരിപാടികളും. മാഹിയോടുള്ള സർക്കാരുകളുടെ അവഗണന. പ്രക്ഷോഭ പരിപാടികളുമായി ജോയിന്റ് ഫോറം ഓഫ് റെസിഡൻസ് അസോസിയേഷൻ. 20 ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാഴാഴ്ച കൂട്ട ഉപവാസ സമരമെന്നും ഭാരവാഹികൾ. ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 1 കിലോ സ്വർണം 1 പവൻ വീതം 125 പേർക്കും 5 മാരുതി ഇഗ്നിസ് കാറുകളും സമ്മാനമായി നേടും. ഗോപു നന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്യക്കല്ല് പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതി പടുകൂട്ടൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകളിലേക്ക്. ഇന്ന് ദേശീയ അധ്യാപക ദിനം. കണ്ണൂർ ജില്ലാ അധ്യാപക ദിനാഘോഷം ശിക്ഷക് സദനിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് MP നജീറ ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കെട്ടിടങ്ങളെക്കാളും അവിടുത്തെ സൗകര്യങ്ങളെക്കാളും വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ ആകർഷിക്കുന്നത് ആ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. മെച്ചപ്പെട്ട ഒരു ക്ലാസ് മുറിയിൽ ഇരുന്നാൽ നല്ല അധ്യയനത്തിൽ നമുക്ക് പങ്കെടുക്കാനും പറ്റില്ല. നല്ലൊരു അധ്യാപകൻ, ഇനി അത്ര മോശം സാഹചര്യമാണെങ്കിൽ പോലും നല്ലൊരു അധ്യാപകനുണ്ടെങ്കിൽ എന്തായിരിക്കും ആ സ്കൂളിൻ്റെ അവസ്ഥ? ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ ചില സ്കൂളിലൊക്കെ പോകുമ്പോൾ പെയ്ഡ് വിദ്യാലയങ്ങൾ, ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പെയ്ഡ് വിദ്യാലയങ്ങളിൽ ചിലയിടത്തൊക്കെ സൗകര്യങ്ങൾ കുറവാണ്. ആ സൗകര്യങ്ങൾ കുറവിനിടയിൽ വിദ്യാർത്ഥികളുടെ ഒരു കുറവും അവിടെ ഉണ്ടാകുന്നു. കാരണം എന്താ വെച്ചാൽ ആ നാടിൻ്റെ ആകെ അധ്യാപകരായിട്ട് ആ സ്കൂളിലെ അധ്യാപകർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് MP നജീറ ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. ഇത്തവണത്തെ സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ കണ്ണൂർ ജില്ലാ ടീമിന് ലഭിച്ച ഉപഹാരം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ MP അംബിക മത്സര വിജയികളിൽ നിന്നും ഏറ്റുവാങ്ങി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രത്നകുമാരി, വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളായ KR മണികണ്ഠൻ, ER ഉദയകുമാരി, PV പ്രേമരാജൻ, EC വിനോദ്, KC സുധീർ, P സുപ്രിയ, TV അജിത തുടങ്ങിയവരും വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളും ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AP അംബിക സ്വാഗതവും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ OC പ്രസന്നകുമാരി നന്ദിയും അറിയിച്ചു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് തോട്ടട വെസ്റ്റ് UP സ്കൂളിലെ അധ്യാപകർ മുൻ പ്രധാന അധ്യാപകനെ ആദരിച്ചു. 85 വയസ്സ് കഴിഞ്ഞ അധ്യാപകൻ PV ബാലകൃഷ്ണൻ മാസ്റ്ററെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് ആദരിച്ചത്. കാലത്ത് തോട്ട വെസ്റ്റ് UP സ്കൂളിൻ്റെ എല്ലാമായിരുന്നു ബാലകൃഷ്ണൻ മാസ്റ്റർ. കലാരംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു മഹാപ്രതിഭയായിരുന്നു ബാലകൃഷ്ണൻ മാസ്റ്റർ. അപ്പോൾ ഇന്ന് നമ്മുടെ അധ്യാപക ദിനത്തിൽ അദ്ദേഹത്തെ ഒന്ന് തോട്ട വെസ്റ്റ് UP സ്കൂളിൻ്റെ പേരിൽ ഒന്ന് ആദരിക്കുക, അതിനു വേണ്ടിയിട്ടാണ് അവിടെയുള്ള എല്ലാ സ്റ്റാഫും അവിടെ തന്നെ വന്നിട്ടുള്ളത്. പഴയകാല അനുഭവങ്ങൾ പറഞ്ഞു പാട്ടുകൾ പാടിയും അദ്ദേഹത്തിന്റെ ഓർമ്മച്ചിപ്പുകൾ തുറന്നുവെച്ചപ്പോൾ പുതിയ തലമുറയ്ക്ക് അത് വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. 1959 തോട്ട സ്കൂൾ വരുന്നത്. അന്ന് ഈ തോട്ട സ്കൂൾ ഈ രൂപത്തിലല്ല. മാത്രമല്ല അവിടത്തേക്ക് വേണ്ട വഴികളും ഇത്തരം തരത്തില്ല. കഷ്ടപ്പെട്ടിട്ട് നടന്നിട്ട് വരണം. റോഡില്ല, ബസ്സില്ല, സ്കൂട്ടർ പോലും വരില്ല. അങ്ങനത്തെ വലിയ സ്ഥിതി 59 ഞാൻ സ്കൂളിൽ വരുമ്പോൾ ആദ്യമായി SSLC-യിലായ T ബാലകൃഷ്ണൻ നമ്മുടെ സ്കൂളിലെ പ്യൂണ് ആ വരാന്തയിൽ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. ചടങ്ങിൽ പ്രധാന അധ്യാപകൻ KC ഗിരീഷ് ബാബു, മുൻ പ്രധാന അധ്യാപകൻ VK രഞ്ജിത് കുമാർ, P ഷിജു, വിനീത് മാസ്റ്റർ, സുജല ദാമോദരൻ, K പ്രസീത തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടിതോ ഭവാനേ കൗതുകം വളർത്തും കാഞ്ചനമൃഗമൊന്നു കാലനെ കളിക്കും. കാപ്പാട് മദ്രസ LP സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപകനായി വിരമിച്ച രാഷ്ട്രീയ, സാമൂഹ്യ, സാമുദായിക രംഗത്ത് സജീവ പ്രവർത്തനങ്ങൾ നടത്തി
നവതിയുടെ നിറവിലെത്തിയ കെ മുഹമ്മദ് മാസ്റ്ററെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാപ്പാട് 23 ബൂത്ത് കമ്മിറ്റി ആദരിച്ചു. MK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. കട്ടേരി നാരായണൻ, മിനി അനിൽകുമാർ, KK ഉദയഭാനു മാസ്റ്റർ, CM സഹദേവൻ, K രമേശൻ, P രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കിഴുത്തള്ളി കിഴക്കേക്കര ബാലസംഘം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വൈകുന്നേരം നടന്ന സാംസ്കാരിക സമ്മേളനം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം രഞ്ജിത്ത് മാടായി ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനദാനം CPM എടക്കാട് ഏരിയ കമ്മിറ്റി അംഗം C വിനോദ് നിർവഹിച്ചു. തിരുവോണം നാൾ മുതലുള്ള പരിപാടികളുമായാണ് ഇത്തവണ കിഴക്കേക്കരയുടെ ഓണാഘോഷങ്ങൾ ആരംഭിച്ചത്. രാവിലെ 10 മണിക്കുള്ളിൽ പൂക്കളം ഒരുക്കണമെന്നായിരുന്നു നിബന്ധന. ഇതിൽ വിജയികളാകുന്നവർക്ക് തുടർന്നുവന്ന ഞായറാഴ്ച ഏർപ്പെടുത്തിയ ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അംഗനവാടി, LP, UP, ഹൈസ്കൂൾ എന്നീ വിഭാഗങ്ങളിലായി വ്യത്യസ്ത മത്സരങ്ങളും അന്ന് നടത്തി. സ്ത്രീകൾക്കു മാത്രമായി ഓർമ്മ പരിശോധന, കസേര കളി, തുപ്പിമാറ്റൽ എന്നിവയും നടന്നു. പുരുഷന്മാർക്കുള്ള ബ്രെഡ് തീറ്റ മത്സരവും ഉണ്ടായിരുന്നു. തുടർന്ന് കമ്പവലി പ്രദർശന മത്സരവും ഒരുക്കിയിരുന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ചിത്രരചനാ മത്സരവും നടന്നു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ M മുരളി അധ്യക്ഷത വഹിച്ചു. ഷമിൽ KK, C വിനോദ്, B ബാലകൃഷ്ണൻ, S ഷഹീദ, M ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. മാറ്റത്തിനായുള്ള വോട്ടെന്ന് ജയിക്കും. സംസ്ഥാന രാഷ്ട്രീയം പ്രതിഫലിക്കുമെന്ന് ചാണ്ടി ഉമ്മനും. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. UDF കേന്ദ്രങ്ങളിൽ വിജയ പ്രതീക്ഷ. ഇന്ന് അധ്യാപക ദിനം. അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു നടത്തിയവർക്ക് ആദരം. ജില്ലാതല ഉദ്ഘാടനം ശിക്ഷക് സദനിൽ PP ദിവ്യ നിർവഹിച്ചു. സ്കൂളുകളിലെല്ലാം ആദരവും അനുമോദന പരിപാടികളും. മാഹിയോടുള്ള സർക്കാരുകളുടെ അവഗണന, പ്രക്ഷോഭ പരിപാടികളുമായി ജോയിന്റ് ഫോറം ഓഫ് റെസിഡൻസ് അസോസിയേഷൻ. 20 ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാഴാഴ്ച കൂട്ട ഉപവാസ സമരമെന്നും ഭാരവാഹികൾ. ഓണം വന്നോണം വന്നോളം വന്നേ, നന്ദിലച്ചി മാറ്റിൽ ഓണം വന്നേ, നന്ദിലച്ചി മാറ്റിൻ ഗോൾഗല ഓഫറുമുണ്ടോണ പർച്ചേസിന്, നന്ദിലച്ചി മാറ്റിൻ ഗോപു നന്ദിൽ ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 1 കിലോ സ്വർണം 1 പവൻ വീതം 125 പേർക്കും 5 മാരുതി ഇഗ്നിസ് കാറുകളും സമ്മാനമായി നേടും. ഗോപു നന്ദിൽ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്കക്കല്ലുപോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതിയിൽ പടുകൂറ്റൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
Aravikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകളിലേക്ക്. മയക്കുമരുന്ന് ലഹരിയിൽ ട്രെയിനിൽ യുവാവിന്റെ പരാക്രമം. കുർള തിരുവനന്തപുരം എക്സ്പ്രസിൽ അക്രമം നടത്തിയ യുവാവിനെ RPF കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ട്രെയിനിലെ ശുചിമുറി അടിച്ചു തകർത്തു. മയക്കുമരുന്ന് ലഹരിയിൽ പരാക്രമം കാട്ടിയ മംഗലാപുരം കാർവാർ സ്വദേശി സൈമണിനെയാണ് കണ്ണൂരിൽ വെച്ച് RPF SI മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തത്. മാഹിയോടുള്ള അവഗണനയ്ക്കെതിരെ ജോയിന്റ് ഫോറം ഓഫ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മയ്യഴിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ, മയ്യഴിയുടെ അഭിമാനം സംരക്ഷിക്കുവാൻ ഒരുമിച്ചൊന്നായി മുന്നേറാം, ഒരുമിച്ചൊന്നായി പൊരുതിയിടാം എന്ന മുദ്രാവാക്യത്തിൽ ആദ്യഘട്ട സമരം എന്ന നിലയിൽ സെപ്റ്റംബർ 7 വ്യാഴാഴ്ച കൂട്ട ഉപവാസം സംഘടിപ്പിക്കും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ മാഹി മുനിസിപ്പൽ മൈതാനിയിലാണ് സമരം നടക്കുകയെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാഹി ഗവൺമെന്റ് ആശുപത്രിയുടെ സ്ഥിതി വളരെ ശോചനീയമാണ്. ഒരു കാലത്ത് സമീപ പ്രദേശങ്ങളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് രോഗികളുടെ ആശ്രയമായിരുന്ന മയ്യഴി ആശുപത്രി വിദഗ്ധ ഡോക്ടർമാരുടെയും മറ്റ് സൗകര്യങ്ങളുടെയും അഭാവം കൊണ്ട് ഇന്ന് തികച്ചും ദയനീയ അവസ്ഥയിലാണുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അതിനൊക്കെ മുമ്പ് ഇങ്ങനെ ഒരു സംഭവമായില്ല. പക്ഷെ ഇപ്പോൾ അത് ഓരോന്നോരോന്നായി രൂപീകൃതമായി 22 അസോസിയേഷനുകളായി. ഈ അസോസിയേഷനുകളുടെ ഒരു ഏകോപന സമിതിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ജയറാം. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച എല്ലാ വികസന പ്രവർത്തനങ്ങളും നിലച്ചിരിക്കുകയാണ്. റേഷൻ സമ്പ്രദായം മയ്യഴിയിൽ നിന്നിട്ട്, പുതുശ്ശേരിയിൽ നിന്നിട്ട് 10 വർഷത്തോളമായി. സ്റ്റാറ്റ്യൂട്ട് റേഷൻ ഇല്ല. അതുപോലെ ആരോഗ്യരംഗമാണെങ്കിൽ തികഞ്ഞ അവഗണനയാണ്. ഹോസ്പിറ്റൽ, വലിയൊരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതുപോലെ ശ്രദ്ധിക്കാനുള്ള ഒരു ശ്രദ്ധ, അതിനുള്ള ഒരു പരിഗണന അധികാരികൾ കാണിക്കുന്നില്ലെന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമാണ്. മുമ്പ് മയ്യഴിയിലെ വിദ്യാലയങ്ങൾ കേരളത്തിൽ നിന്നും ഏറെ വിദ്യാർത്ഥികളെ ആകർഷിച്ചിരുന്നു. ഇന്ന് ആവശ്യമായ അധ്യാപകരുടെ ഒഴിവുകളാൽ മാഹിയിലെ വിദ്യാഭ്യാസ മേഖല തകർച്ചയിലാണ്. ജീവനക്കാരുടെ ഒഴിവ് നികത്താത്തതിനാൽ വൈദ്യുതി വകുപ്പിന്റെ സേവനം മാഹി ജനങ്ങൾക്ക് ഇന്നും കിട്ടാക്കനിയാണെന്നും ഇവർ പറഞ്ഞു. മാഹി പുതുച്ചേരി ബസിന്റെ ദയനീയ അവസ്ഥ മയ്യഴിക്കാർക്ക് ഒരു ശാപമായി തുടരുകയാണ്. 700 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ട ബസ് എല്ലാ നിയമങ്ങളും നിബന്ധനകളും കാറ്റിൽ പറത്തി യാത്രക്കാരുടെ ജീവിതത്തിന് തന്നെ ഭീഷണിയായി നരകതുല്യമായി യാത്ര തുടരുകയാണ്. ഇത്തരം 20ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ MP ശിവദാസൻ, TV ചന്ദ്രദാസ്, ഷിനോജ് രാമചന്ദ്രൻ, M ശ്രീജയൻ, TK പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ പയ്യാവൂരിൽ ജ്വല്ലറിയിൽ കവർച്ച നടത്തിയ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. കഴിഞ്ഞ മാസം 13-ാം തീയതി പയ്യാവൂരിലെ ചേനാട്ട് ജ്വല്ലറിയിൽ കവർച്ച നടത്തിയ തമിഴ്നാട് നാമക്കൽ സെന്തമംഗലം പെട്ടാനം സ്വദേശി വേലായുധനെയാണ് പയ്യാവൂർ പോലീസ് പിടികൂടിയത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയാണ്. തനിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നതായി ചൂണ്ടിക്കാട്ടി CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി പോലീസിൽ പരാതി നൽകി. തിരുവോണം നാളിൽ വീട്ടിൽ ബീഫും മീനും വിളമ്പുമെന്ന് പറഞ്ഞതായാണ് വ്യാജ പ്രചരണം. ഫോട്ടോ സഹിതമാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരണം നടക്കുന്നത്. ഇതിനെതിരെ ശ്രീമതി ടീച്ചർ പോലീസിൽ പരാതി നൽകി. തിരുവോണത്തിന് എന്റെ വീട്ടിൽ ബീഫും മീനും ഉച്ചയ്ക്ക് വിളമ്പുമെന്ന് ഞാൻ പറഞ്ഞതായാണ് എന്റെ ഫോട്ടോയും വെച്ച് പ്രചരിപ്പിക്കുന്നത്. അതോടൊപ്പം നബിദിനത്തിൽ പോർക്ക് വിളമ്പുമെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ പ്രചരിക്കുന്നത് മതസ്പർദ്ധയുണ്ടാക്കുമെന്ന ലക്ഷ്യത്തോടെയാണെന്ന് PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ മതസ്പർദ്ധ വളർത്താനുള്ള നീക്കമാണിത്. അന്യമതസ്ഥനായ സഹപാഠിയെ അടിക്കാൻ അധ്യാപിക തന്റെ മറ്റു കുട്ടികളോട് ആവശ്യപ്പെടുന്നത് പോലുള്ള വിദ്വേഷമാണ് UP പോലുള്ള സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ നടത്തുന്നത്. പശുക്കടത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നു. ദളിതർക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും നേരെ സംഘടിത അക്രമം
പ്രചരണം നടക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ ജനവിഭാഗങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം. ഇവിടെ ആർക്കും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ താൽപര്യമാണ്. അങ്ങനെയിരിക്കെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് താൻ പറയാത്ത കാര്യങ്ങൾ ഇങ്ങനെ ബോധപൂർവം പ്രചരിപ്പിക്കുന്നത് എന്നും പി കെ ശ്രീമതി കൂട്ടിച്ചേർത്തു. മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ വ്യക്തിപരമായി താറടിച്ചു കാട്ടാനുള്ള ശ്രമവും ഇതിനു പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ടീച്ചർ പറയുന്നു. ആയതിനാൽ ഇതേക്കുറിച്ച് അന്വേഷിച്ച് വ്യാജ പ്രചരണം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പി കെ ശ്രീമതി ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചു. DCC ഓഫീസിൽ നടന്ന പരിപാടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ രജനി രമാനന്ദ്, കെ പ്രമോദ്, CT ഗിരിജ, രഞ്ജിത് നാറ തുടങ്ങിയവർ സംബന്ധിച്ചു. മനോഹരമായ പൂക്കളവും ഒരുക്കി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. DCC പ്രസിഡന്റ് സ്ഥാനത്ത് 2 വർഷം പൂർത്തിയാക്കി 3-ാം വർഷത്തിലേക്ക് കടക്കുന്ന അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിനെ പരിപാടിയിൽ അനുമോദിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും മഴ ശക്തി പ്രാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഇതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെയും മറ്റന്നാൾ വരെയാണ് മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മേൽപ്പറഞ്ഞ തീയതികളിലും പ്രദേശത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ശ്രീലങ്കൻ തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. വടക്ക് പടിഞ്ഞാറ്, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. നാളെ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ട്. 7, 8, 9 തീയതികളിലും ഇവിടങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 15 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 5515 രൂപ, പവന് 44,120 രൂപ, വെള്ളി 79 രൂപ. അറിയിപ്പ്. ഉജ്ജ്വല ബാല്യം പുരസ്കാരം തീയതി നീട്ടി. ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അപേക്ഷിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 15 വൈകിട്ട് 5 മണി വരെ നീട്ടി. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഭാഗമായ സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ കലാ, കായികം, സാഹിത്യം, ശാസ്ത്രം, സാമൂഹികം, പരിസ്ഥിതി സംരക്ഷണം, IT മേഖല, കൃഷി, മാലിന്യ സംസ്കരണം, ജീവകാരുണ്യ പ്രവർത്തനം, ക്രാഫ്റ്റ്, ശില്പശാല നിർമ്മാണം, അസാമാന്യ ധൈര്യത്തിലൂടെ നടത്തിയ പ്രവർത്തനം എന്നീ മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന 6-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ വിഭാഗങ്ങളിലായി 4 കുട്ടികൾക്ക് ഉജ്ജ്വല ബാല്യം പുരസ്കാരം നൽകുന്നത്. ഡോക്ടർ നിയമനം, വാക്കിംഗ് ഇന്റർവ്യൂ. NHMന്റെ കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസർമാരെ നിയമിക്കുന്നു. MBBSഉം TCNC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 8 രാവിലെ 10 മണിക്ക് കണ്ണൂർ NHM ഓഫീസിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 0497270920. പിണറായി CHCയിൽ LSGD സ്കീമിൽ ഡോക്ടറെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ സെപ്റ്റംബർ 7 പകൽ 12 മണിക്ക് CHCയിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം.
ഹിന്ദി ട്രെയിനിങ്ങിന് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ അധ്യാപക കോഴ്സിന് അപേക്ഷിക്കാം. 50% മാർക്കോടെ രണ്ടാം ഭാഷ ഹിന്ദിയിലുള്ള +2 അല്ലെങ്കിൽ ഹിന്ദി BA പാസ്സായിരിക്കണം. +2 രണ്ടാം ഭാഷ ഹിന്ദി എടുക്കാത്തവർ ഹിന്ദി പ്രചാര സഭകളുടെ അംഗീകൃത ഹിന്ദി കോഴ്സ് ജയിച്ചിരിക്കണം. പ്രായപരിധി 17-35 ഇടയിൽ. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും മറ്റു പിന്നോക്കക്കാർക്കും സീറ്റ് സംവരണം ലഭിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30. അപേക്ഷാ ഫോറവും കൂടുതൽ വിവരങ്ങളും പ്രിൻസിപ്പൽ ഭാരതി ഹിന്ദി പ്രചാര കേന്ദ്രം, അടൂർ, പത്തനംതിട്ട എന്ന വിലാസത്തിൽ ലഭിക്കും. സീറ്റ് ഒഴിവ്. IHRDയുടെ പട്ടവും കയ്യൻ തടത്തിലെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom വിത്ത് കോർപ്പറേഷൻ, MSc കമ്പ്യൂട്ടർ സയൻസ്, MCom ഫിനാൻസ് എന്നീ കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. SC, ST, OBC, OEC വിഭാഗക്കാർക്ക് ആനുകൂല്യം ലഭിക്കും. ഫോൺ നമ്പർ 8547005048. പാരമ്പര്യേതര ട്രസ്റ്റ് നിയമനം. പയ്യന്നൂർ താലൂക്കിലെ പെർളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോറം മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ നീലേശ്വരത്തുള്ള അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലും തളിപ്പറമ്പ് ഇൻസ്പെക്ടറുടെ ഓഫീസിലും മലബാർ ദേവസ്വം ബോർഡിന്റെ www.malabardevasamkerala.gov.in ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷ സെപ്റ്റംബർ 23 വൈകിട്ട് 5 മണിക്കകം നീലേശ്വരത്തുള്ള അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ലഭിക്കണം. സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ബൈൻഡർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് ഫെബ്രുവരി 8 PSC നടത്തിയ OMR ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ചതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ NCC സൈനികക്ഷേമ വകുപ്പിൽ LD ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്ക് തസ്തികകളിലേക്ക് 2023 ജനുവരി 19 PSC നടത്തിയ OMR ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. പോളിടെക്നിക് തത്സമയ പ്രവേശനം. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ ഈ അധ്യയന വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് സെപ്റ്റംബർ 7-8 തീയതികളിൽ തത്സമയ പ്രവേശനം നടത്തുന്നു. താൽക്കാലിക അധ്യാപക നിയമനം. കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഗണിതം, HST അറബിക് എന്നീ തസ്തികകളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ 7 രാവിലെ 10:30 സ്കൂളിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവണം. അഭിമുഖം 7 നെരുവമ്പ്രം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ ഓട്ടോമൊബൈൽ, ഫിസിക്സ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകനെ നിയമിക്കുന്നു. യോഗ്യത ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം, ഫിസിക്സ് വിഷയത്തിൽ MSc, B.Ed സെറ്റ്. താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ 7 രാവിലെ 11 മണിക്ക് സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവണം. ഫോൺ നമ്പർ 9744267674. കാലാവസ്ഥ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ചക്രവാത ചുഴി ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറി. നിലവിൽ ന്യൂനമർദ്ദം പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനും സമീപം സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം മിതമായ ഇടത്തരം രീതിയിലുള്ള മഴ തുടരാൻ സാധ്യത. സെപ്റ്റംബർ 5 മുതൽ 8 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. മാറ്റത്തിനായുള്ള വോട്ടെന്ന് ജയിക്കും. സംസ്ഥാന രാഷ്ട്രീയം പ്രതിഫലിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. UDF കേന്ദ്രങ്ങളിൽ വിജയ പ്രതീക്ഷ. ഇന്ന് അധ്യാപക ദിനം. അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു നടത്തിയവർക്ക് ആദരം. ജില്ലാതല ഉദ്ഘാടനം ശിക്ഷക് സദനിൽ PP ദിവ്യം നിർവഹിച്ചു. സ്കൂളുകളിലെല്ലാം ആദരവും അനുമോദന പരിപാടികളും. മാഹിയോടുള്ള സർക്കാരുകളുടെ അവഗണന. പ്രക്ഷോഭ പരിപാടികളുമായി ജോയിന്റ് ഫോറം ഓഫ് റെസിഡൻസ് അസോസിയേഷൻ. 20 ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാഴാഴ്ച കൂട്ട ഉപവാസ സമരമെന്നും ഭാരവാഹികൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.